മലയാള സിനിമയ്ക്ക് ഏറെ വ്യത്യസ്തകൾ സമ്മാനിച്ച ചിത്രമാണ് കൃഷ്ണനും രാധയും. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. കൃഷ്ണനും രാധയിലെ സംവിധായകനും നടനുമായ സന്തോഷ് പണ്ഡിറ്റാണ് ഇന്ന് നമ്മോടൊപ്പം നമസ്തയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരു പട്ടിക്ക് അതിൻ്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാവില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാകണം എന്നുള്ള അർത്ഥമില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്നുള്ള അർത്ഥമില്ല. മുയലെത്ര മുക്കിയാലും ആനയോളം പിണ്ടം ഇടില്ലെന്നാണ്. അതുകൊണ്ട് വീണ്ടും കാണാന്നല്ല, വീണ്ടും കണ്ടിരിക്കുന്നു പറ. ഒരു പട്ടിക്ക് അതിൻ്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ജീവിതത്തിൽ ഒരുത്തർ ആദ്യമായിട്ടാണ് എൻ്റെ മേൽ കൈവെക്കുന്നത്. നിന്നെ ഞാൻ കരയിക്കും. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിലുള്ള മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നു അത്ര കാലം ഞാൻ ജീവിക്കും. നമസ്കാരം. കൃഷ്ണനും രാധയും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെക്കുറിച്ച് ജനം അറിഞ്ഞു തുടങ്ങിയിരുന്നു. എങ്ങനെയാണ് എക്കാലത്താണ് നിങ്ങളെക്കുറിച്ച് എന്താണ് ഇങ്ങനെ ജനങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും ഈ സിനിമയിലെ 8 ഗാനങ്ങൾ അത് ഇൻ്റർനെറ്റിൽ ഞാൻ നൽകുകയുണ്ടായി. 7 പാട്ടേ നൽകിയിട്ടുള്ളൂ. മമ്മ മായാവി എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ഞാൻ ഇപ്പോഴും ഇതുവരെയും കൊടുത്തിട്ടില്ല. അതെല്ലാവരും തിയേറ്ററിൽ നിന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഗാനങ്ങൾ ഇൻ്റർനെറ്റിലൂടെ ഉണ്ടാക്കിയ തരംഗം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സോങ്സാണ് കൃഷ്ണൻ രാധയുടേത്. സോങ് വന്നപ്പോൾ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ആവുമെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് സത്യത്തിൽ എനിക്ക് വളരെ കറക്റ്റായിട്ട് അറിയില്ല. എനിവേ അവർ ആദ്യ ദിവസങ്ങളിലൊരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ രീതിയിലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഈവൻ തിയേറ്ററുകാരോട് ചോദിച്ചാൽ അറിയാം. അവർ പറയാം ആദ്യ ദിവസം ശരിക്കും ഈ എന്തിരൻ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ രജനീകാന്തിനോടൊക്കെ കാണിച്ചൊരു ക്രേസാണ് സന്തോഷ് സാറിനോട് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും വാഹനങ്ങളും ഇത്രയും ആളുകളൊക്കെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ തിയേറ്റർ എന്തിരൻ സിനിമയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു ഇത്രയും ക്രൗഡ് പുള്ളും അവർ ആവേശത്തോടെ വന്ന് ശരിക്കും പുഷ്പവൃഷ്ടി നടത്തുക, പാലഭിഷേകം. ഇതൊക്കെ ഞാൻ കാണുന്നത് പിന്നീട് ഓരോ ചാനലിലൊക്കെ വന്നത് വെച്ചിട്ടാണ്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും കാരണം എന്നെ വിലയിരുത്താൻ യഥാർത്ഥത്തിൽ ഒരു സിനിമയില്ല അവിടെ. എനിവേ ലേശം സൈക്കോളജി പഠിച്ചതിൻ്റെ ഗുണമായിരിക്കാം ഞാൻ വളരെ മനഃശാസ്ത്രമായി നീങ്ങിയിരുന്നു. ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റാർ ആവാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ്, നിങ്ങളുടെ ആൽബങ്ങളെ, അതായത് യൂട്യൂബിലൊക്കെ ആൽബങ്ങളെ കൂതറ ആൽബങ്ങൾ എന്ന് വിളിച്ചാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് വളരെ ഒരു വിമർശന ബുദ്ധിയോട് വളരെ നെഗറ്റീവായിട്ടാണ് പലപ്പോഴും പ്രേക്ഷകർ കണ്ടത്. ആ നെഗറ്റീവായിട്ട് കണ്ടതിൻ്റെ പ്രതിഫലനമല്ലേ തിയേറ്ററിൽ കാണുന്ന ഈ ആളുകൾ? നിങ്ങൾ കോമഡി എടുക്കാവൂ, നിങ്ങൾ ആക്ഷൻ എടുക്കാവൂ, അങ്ങനെയൊന്നും ആർക്കും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് ഒരാളെ കയ്യിലെടുക്കേണ്ടതെന്നുള്ളത്. അതേപോലെ എൻ്റെ ഗാനങ്ങളെ പ്രേക്ഷകർ മുഴുവനായിട്ടിരുന്ന് കാണുകയും 2 മാസം കൊണ്ട് 25 ലക്ഷം ആളുകൾ കാണുകയും ചെയ്തു. ഇത്രയും മോശമായ ഒരു കാര്യത്തെ എന്തിനെ കാണണം? ഈ പറയുന്ന യൂട്യൂബിൽ തന്നെ 20 ലക്ഷത്തോളം ആൽബങ്ങൾ കിടക്കുന്നു. അതെ, നിങ്ങൾ ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ ആണെങ്കിലും അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലെല്ലാം തന്നെ നിങ്ങൾ അതിശക്തമായ തെറിവിളികളും മറ്റുമൊക്കെയാണ് നമുക്ക് കാണാനും മറ്റുമൊക്കെ. സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനെ അവസ്ഥയില്ല. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾ സിനിമ കണ്ട ഒരാളോട് ചോദിച്ചു നോക്കും. എനിവേ അങ്ങനെ പല അഭിപ്രായങ്ങളും ആളുകൾക്കുണ്ടായിരുന്നു. പലരും പല മോശമായിട്ടുള്ള മെസ്സേജസ് എനിക്ക് അയക്കാറുണ്ട്. തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി ഉണ്ടാവാറുണ്ട്. ഒക്കെ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കാറില്ല. പക്ഷേ ഞാൻ പറയുന്നു, പടം റിലീസായതിനു ശേഷം ഈ പറയുന്ന ഒരു മെസ്സേജോ ഇങ്ങനെ വിമർശിക്കുന്ന ആരുമില്ല. പലരും എന്നോട് വിളിച്ചു പറഞ്ഞു, സന്തോഷ് സാറേ സോറി എന്ന് പറഞ്ഞവരും ഉണ്ട്. സൗന്ദര്യമില്ലാത്തവർക്ക് സിനിമയെ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങളെ ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിനോട് താരതമ്യപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ശരിക്കും ഈ സരോജ് കുമാർ എന്ന് പറഞ്ഞൊരു ആൾ ഉണ്ട് തന്നെ വിചാരിച്ചോ, അല്ലാതെ ശരിക്കും റിയൽ ലൈഫിൽ നടന്നാന്ന് വിചാരിച്ചോ? ഞാൻ പറയുന്നു എങ്കിൽ എൻ്റെ 18-ൽ 1 ക്വാളിഫിക്കേഷനേ സരോജ് കുമാറിനുള്ളൂ. ഓക്കെ,
സരോജ് കുമാർ എന്ന് പറയുന്ന വ്യക്തി വെറും അഭിനയിക്കുക മാത്രമാണ് ചെയ്തത്. ഈ അഭിനയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലേശം കഴിവ് വേണം, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു, അതിനുള്ള വിവരം വേണം. പക്ഷെ ഞാൻ സിനിമയുടെ ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യം ചെയ്തൊരു വ്യക്തിയാണ്. എന്നെ സരോജ് കുമാറായിട്ട് കമ്പയർ ചെയ്യരുത്. വെറും ഒരു അഭിനയിക്കുന്ന ഒരാളെ നിങ്ങൾ എന്തിനടിസ്ഥാനത്തിൽ ഞാനായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഞാൻ ക്യാമറ ഒഴിച്ച് എല്ലാവർക്കും ചെയ്തൊരു വ്യക്തിയാണ്. സ്നേഹം സംഗീതം സന്തോഷം നീയല്ലേ പ്രാണസഖി പ്രേമമയീ സ്നേഹമയീ സ്വപ്നമയീ. സരോജ് കുമാർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണെങ്കിലും ദയവീത് ഞാനുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരു നടനെയോ നടിയോ നിങ്ങൾ ഞാനുമായി കമ്പയർ ചെയ്യരുത്. കാരണം അവർ വെറും ഒരു ജോലിയാണ് ചെയ്തത്. 18 ജോലി ചെയ്ത് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 9 ജോലിയെങ്കിലും ചെയ്ത ഒരാളായിട്ട് കമ്പയർ ചെയ്യണം എന്നൊരു അഭിപ്രായമാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് എനിക്ക് തോന്നുന്നു ബാലേന്ദ്ര മേനോൻ 4-5 ചെയ്തിട്ടുള്ളൂ, മാക്സിമം 6. എത്ര ജോലി ചെയ്തു നിങ്ങൾക്കറിയാം? അപ്പം നിങ്ങൾ പറയുന്ന ബാലേന്ദ്ര മേനോനെക്കാട്ടിൽ കൂടുതൽ കഴിവും കപ്പാസിറ്റിയും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അവരെക്കാൾ കൂടുതൽ ജോലികൾ ഞാൻ ചെയ്തു ഒരു സിനിമയിൽ. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. എനിക്കിപ്പോൾ ഗിന്നസ് ബുക്കെന്നും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്തിട്ടുണ്ട്. അല്ല, അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജനറൽ നോളജ് നിങ്ങൾ പറയൂ. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഗിന്നസ് ബുക്കിനും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിനും വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങൾ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കണം. അങ്ങനെ ആയിക്കൂടെ? കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കണം. എങ്കിൽ ഇത്രയൊന്നും നിങ്ങൾ കഷ്ടപ്പെടണ്ട. ഈ സമയമാകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരാൾക്ക് പറയാലോ. അല്ല, നിങ്ങളുടെ ബേസിക് ഡിഗ്രി നോക്കുമ്പോൾ നിങ്ങൾ LLB ഗ്രാജുവേറ്റ്സ് ആണ്, പിന്നെയുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിലാണ് ഗ്രാജുവേഷൻ ഉള്ളത്. അങ്ങനെ ഗ്രാജുവേഷൻ അത്ര ആ രീതിയിലൊക്കെ വിദ്യാഭ്യാസം പോയത് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരേപോലെ ചെയ്യാൻ സാധിക്കുന്നു? അതാണ് ഞാൻ പറയുന്നത്. എങ്കിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടണ്ട. ഈ സമയമാകുമ്പോഴേക്കും ഏതെങ്കിലും ഒരാൾക്ക് പറയാം. ഇപ്പം ഞാൻ പാടി ഇത് ഞാൻ വേറെ ആളെ വെച്ചാൽ പാടിച്ചെങ്കിൽ എക്സാമ്പിൾ ഒരാൾക്ക് വന്ന് പറയാം. നിങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വിമർശനം, സാധാരണയായിട്ടിപ്പോൾ കേൾക്കുന്ന ഒരു വിമർശനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൂടുതൽ നായികമാരെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് പ്രേക്ഷകരുടെ, പ്രത്യേകിച്ച് യുവാക്കളായ പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിച്ച് പടം വിജയിപ്പിക്കാനാണ് എന്ന് പറയപ്പെടുന്നു. എന്താണ് നിങ്ങളുടെ അതിനോടുള്ള അഭിപ്രായം? എന്താ? പൈസ ഇറക്കുന്നവൻ അത് തിരിച്ചു കിട്ടാൻ അയാൾ പല കളികളും കളിക്കും. ധാർമ്മികമായ മതി. ഞാൻ കളിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ കളിക്കും. നിങ്ങൾ നായികയെ പറ്റി ചോദിച്ചുള്ളൂ, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് കയ്യിൽ കളിച്ചിട്ടുണ്ട്. ആ സിനിമ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് ക്രൗഡ് പുള്ളാണ് പ്രശ്നം. കയ്യിലെ പൈസ വെച്ചിട്ട് എനിക്ക് ഒരു സിനിമ എടുത്ത് തൊലയാൻ വയ്യ. എൻ്റെ വെറുക്കുന്നവർ എന്തിനാണ് രാത്രി ശിവരാത്രി 10,000 പ്രാവശ്യം കാണുന്നത്? അവരെന്തിനാ അത് മൊബൈലിൽ കൊണ്ട് നടക്കുന്നത്? എൻ്റെ സിനിമ എന്തിനാ എത്ര കഷ്ടപ്പെട്ടിരുന്ന് കാണുന്നത്? ഞാൻ ആരോടെങ്കിലും പ്ലീസ് കാണുന്ന ആരെങ്കിലും പുറകെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ അതിന്റെ മാംസം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെയെങ്കിൽ ചെറുപ്പത്തിൽ അമ്മയുടെ മുലപ്പാല് കഴിക്കുന്നു എന്ന് കരുതി അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ശവം ആരെങ്കിലും തിന്നോ? ഞങ്ങൾ പശുവിനെ അമ്മയായിട്ടാ കണക്കാക്കുന്നത്. അതെ, ജനങ്ങൾക്ക് ഒരു കോമഡി താരത്തെ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അതിൽ ഞാൻ വിജയിച്ചു. അതേസമയം നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്തില്ലേ? അത് എൻ്റെ ഇഷ്ടമല്ലേ? ഞാൻ ചെയ്ത ധാർമ്മികമായ പോരെ. ഞാൻ ചോദിക്കുന്നു, ഞാൻ ചെയ്യുന്ന ധാർമ്മികമായ പോരെ? ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ എൻ്റെ പൈസ മുടക്കി ഞാനൊരു കാര്യം ചെയ്തു. അതിലിപ്പോൾ എന്താ പ്രശ്നം? അപ്പം നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താലും നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്? സന്തോഷം. അതുപോലെ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നിങ്ങളെക്കാളും ഒരുപാട് പ്രായം കുറഞ്ഞ നടിമാരുമായിട്ട് നിങ്ങൾ പല ഗാനരംഗങ്ങളിൽ അഭിനയിച്ചു. ഇതിനെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ചീത്ത വിളിച്ചും ഒക്കെ കാണുന്നുണ്ട്. എന്താ അത് അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ കാരണം? നായകനും നായികയും തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് പാടൂല. ഇങ്ങനെ ഇവിടെ കല്യാണം കഴിക്കുന്ന അതിലും നമ്മളെ നാട്ടിൽ തന്നെ 10-20 വയസ്സുള്ളവരെയൊക്കെ ഡിഫറൻസ് കല്യാണം കഴിക്കുന്നില്ലേ? ബാക്കി സിനിമയൊക്കെ വിട്. ഇതെന്താ അത്ര വലിയൊരു മഹാഭാവമാണ്? ഇനിയിപ്പോൾ ഞാനൊരു 10 വയസ്സുള്ള പെണ്ണിൻ്റെ കുറച്ച് അഭിനയിച്ചു. ഇതെന്താ ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. പിന്നെ ആ പെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ നീളം കുറഞ്ഞു തന്നെ. ഇവിടെ എന്താ ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഒരു പെണ്ണ് കുറച്ച് ഡ്രസ്സിൻ്റെ നീളം കുറഞ്ഞ് അഭിനയിക്കുന്നത്? ഇതെന്താ ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്? ഒരുവിധം മാന്യമായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ നോക്കാൻ ആളുകളുണ്ട്. ജനങ്ങൾ അവനവൻ അറിയാവുന്ന പണിയെടുത്താൽ മതി. അതൊക്കെ നോക്കാനൊക്കെ അതിനുള്ള ഓരോരോ ആളുകളുണ്ട്. അവനവൻ വിവരമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ ലിറിക്സിനോ എൻ്റെ മ്യൂസിക്കിനോ കുറ്റം പറയാൻ വെറുതെ പറയാം. അതേസമയം ആധികാരികമായിട്ട് പറയണമെങ്കിൽ ജീവിതത്തിൽ ഒരു ലൈനെങ്കിലും എഴുതി സംഗീതം കൊടുത്തവനെ എൻ്റെ ലിറിക്സിനെ പറ്റി പറയാനുള്ള അധികാരമുള്ളൂ.
നിങ്ങളുടെ പാട്ട് നിങ്ങൾ ആ സിനിമയിൽ പാട്ടുകൾ വിധു പ്രതാപിനെയും ചിത്രയും എം ജി ശ്രീകുമാറും ഒക്കെ ആണ് പാട്ട് പാടിയത്. കൂടാതെ നിങ്ങളും പാടി. എന്തുകൊണ്ടാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു പാട്ട് എഴുതിപ്പിക്കാൻ നിങ്ങൾ പാട്ട് പാടിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്? നിങ്ങൾക്ക് തന്നെ ആ പാട്ടും കൂടെ പാടിക്കൂടായിരുന്നോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് തീർത്തും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. എൻ്റെ സോങ്സ് ആര് പാടണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കും. എനിക്ക് തോന്നി അവർ ചെയ്താൽ മനോഹരമാവും, അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന ഞാൻ തന്നെയും ക്യാമറ ഒഴിച്ച എല്ലാ ജോലികളും ചെയ്തു. അതിപ്പോൾ എനിക്ക് വേൾഡ് റെക്കോർഡും ഗിന്നസ് ഇതിലൊക്കെ വരും. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതിന് ഞാൻ പാടുകയും അഭിനയിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ദിവസം ഒരു 300 ആളെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് മിനിമം. കാരണം ഞാൻ സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നുണ്ട്. ഞാൻ അഭിനയിച്ചു പാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഏതൊരാളും എന്നെ പാഡിനെ വിളിക്കുന്നു, എന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റ്സിനെ വിളിക്കുന്നു, അല്ല ഇതിനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശസ്തിയാണ് ആവശ്യം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അല്ലാണ്ട് ഇതിന്ന് കിട്ടുന്ന 10 രൂപ കൊണ്ട് എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാൻ വിചാരിച്ചിട്ടല്ല ഞാൻ വരുന്നത്. സോ പ്രശസ്തി കിട്ടണമെങ്കിൽ ഈ രണ്ടും കാര്യം ചെയ്തേ പറ്റൂ. അത് ഞാൻ തെളിയിച്ചു കൊടുത്തു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കഴിയുന്ന വേണമെങ്കിൽ ആക്ടിങ് വരെ ഞാൻ നിർത്തും. മീൻസ് എനിക്ക് കുറച്ചും കൂടി ഡയറക്ഷൻ സൈഡിലേക്കാണ് താല്പര്യം.